ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു. സിബിഐ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, നിരവധി തിരിച്ചടികൾ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോഴും നിയമപോരാട്ടം തുടരുകയാണല്ലേ അരവിന്ദ് കെജ്രിവാൾ? തീർച്ചയായും അഞ്ജന, അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ഈ വിചാരണ കോടതിയിൽ സിബിഐ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ജൂലൈ 12 വരെയാണ് കോടതി അനുവദിച്ചത്. എന്തായാലും ഈ വിഷയത്തിലാണ് ഈ സിബിഐ കേസും റിമാൻഡും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കെജ്രിവാൾ ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും നിരന്തരമായി ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തെ ദുരുപയോഗം ചെയ്തിരുന്നു അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദം പുരോഗമിക്കവേ കെജ്രിവാളിന്റെ അഭിഭാഷകനും ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അന്ന് തന്നെ ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയാണ് കെജ്രിവാൾ. സ്വാതി, അതോടൊപ്പം തന്നെ ഈ നിയമ പോരാട്ടം തുടരുന്ന ഒരു സാഹചര്യത്തിലും ദില്ലിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കൂടുതൽ പ്രശ്നത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദില്ലി മുഖ്യമന്ത്രി കുറേ നാളായി ജയിലിൽ കഴിയുന്ന ഒരു പശ്ചാത്തലമാണ്. ഇപ്പോൾ നിയമ പോരാട്ടം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരിക്കുമല്ലേ ആം ആദ്മി പാർട്ടി പ്രവർത്തകരടക്കം? തീർച്ചയായും അഞ്ജന, അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഇ ഡി അന്വേഷണം പുരോഗമിക്കവെയാണ് ഇത്തരത്തിൽ സിബിഐ കൂടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ കുരുക്കുകളിലേക്ക് തള്ളിവിടുന്ന ഒരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സിബിഐ ഈ വിഷയത്തിൽ പല കാര്യങ്ങളാണ് വാദത്തിനിടയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടത്. ജുഡീഷ്യൽ കസ്റ്റഡി ഇപ്പോൾ 12-ാം തീയതി വരെയാണ്, ജൂലൈ 12 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അദ്ദേഹം തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയപ്പോൾ ചൂണ്ടിക്കാണിച്ചത് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദില്ലിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ സിബിഐ നടത്തുന്നത്. ഒരു തെളിവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഉള്ള നടപടികളുമായി സിബിഐ മുന്നോട്ട് പോകുന്നത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് തങ്ങൾ പോകും എന്ന് അടക്കം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നിയമ പോരാട്ടം തുടരാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്തായാലും ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി നേതാക്കളും. അഞ്ജന. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.